അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നിമിഷം, വെറും ഒരു നിമിഷം മാത്രം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന് മുൻപ് ദയവായി ഒന്ന് നിൽക്കൂ. കാരണം ഇതൊരു സാധാരണ വാക്കല്ല, ഇതൊരു കവാടമാണ്. മഹാനായ മൗലാന റൂമി പറഞ്ഞു, മിക്ക മനുഷ്യരും ജീവിതകാലം മുഴുവൻ ഈ കവാടത്തിന് മുന്നിൽ നിൽക്കുന്നു, പക്ഷേ അതിനുള്ളിലേക്ക് ഒരിക്കലും കടക്കുന്നില്ല. നമ്മൾ ഈ വാക്കുകൾ ദിവസവും ചൊല്ലുന്നു, നമസ്കാരത്തിൽ, പ്രയാസങ്ങളിൽ, ഭയത്തിൻ്റെ നിമിഷങ്ങളിൽ. പക്ഷേ ചോദ്യം ഇതാണ്, ഈ വാക്കുകൾ നാവിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഹൃദയം അവയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ ഒരു പ്രഭാഷണമല്ല, ഇതൊരു കണ്ണാടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെ എങ്ങനെ വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ ഭയങ്ങളെ എങ്ങനെ തകർക്കുന്നു, മനുഷ്യരോടുള്ള അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ എങ്ങനെ മോചിപ്പിക്കുന്നു. റൂമി പഠിപ്പിച്ച ഷഹാദത്തിൻ്റെ 7 ആഴമേറിയ പാഠങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നു. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ഒരിക്കലും പഴയതുപോലെ പറയില്ല. നമ്മൾ നാവിനാൽ ഷഹാദത്ത് ആവർത്തിച്ചു ചൊല്ലുന്നു, എന്നാൽ അത് വഹിക്കുന്ന ഭാരമോ, അത് തകർത്തെറിയുന്ന വിഗ്രഹങ്ങളോ, അതില്ലാതാക്കുന്ന ഭയങ്ങളോ, ഹൃദയത്തിനുള്ളിൽ അത് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമോ നമ്മളിൽ കുറച്ചുപേർ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങൾ ഈ വാക്കുകൾ പലതവണ പറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇവയുടെ യഥാർത്ഥ അർത്ഥമെന്താണ്? ബോധപൂർവം ഇത് ചൊല്ലുമ്പോൾ എന്നിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? വേടത്തിൽ ഇത് ചൊല്ലിപ്പോകുമ്പോൾ ഏത് നിഗൂഢ സത്യമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്? ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഷഹാദത്തിൻ്റെ ആഴമേറിയ അർത്ഥം കണ്ടെത്തും. ലോകത്തോടും മനുഷ്യരോടും അള്ളാഹുവിനോട് തന്നെയുള്ള നിങ്ങളുടെ ബന്ധത്തെ മാറ്റിമറിക്കുന്ന അർത്ഥം. ഈ 7 പാഠങ്ങൾ വെറും വിവരങ്ങളല്ല, അവ കണ്ണാടികളാണ്. നിങ്ങൾ ഇതുവരെ ചുമന്നുകൊണ്ടിരുന്നത് എന്താണെന്നും എന്ത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നും നിങ്ങളുടെ ഹൃദയത്തിന് എന്തൊക്കെ ദർശിക്കാൻ കഴിയുമെന്നും അവ നിങ്ങൾക്ക് കാണിച്ചു തരും. 1. മറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങൾ തിരിച്ചറിയുക. ഭൂരിഭാഗം ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഇപ്പോഴും അവരെ നിശബ്ദമായി ഭരിക്കുന്ന പല കാര്യങ്ങളോട് മുട്ടി നിൽക്കുകയാണ്. ഷഹാദത്ത് എന്നത് ഉച്ചരിക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിക്കേണ്ട ഒന്നാണെന്ന് റൂമി പഠിപ്പിച്ചു. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾ അറിയാതെ സ്ഥാനം പിടിച്ച ഓരോ ചെറിയ ദൈവങ്ങളെയും നിങ്ങൾ തിരിച്ചറിയണം. വിഗ്രഹം എന്നത് എപ്പോഴും ഒരു പ്രതിമയാകണമെന്നില്ല. ചിലപ്പോൾ അത് ഭയമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരാളുടെ അഭിപ്രായമായിരിക്കാം, ചിലപ്പോൾ അത് പണമോ പദവിയോ ആഗ്രഹമോ അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന വാശിയോ ആകാം. അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന എന്തും, അവൻ്റെ മാർഗദർശനത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന എന്തും നിങ്ങൾ അറിയാതെ തന്നെ ആരാധനാ വസ്തുക്കളായി മാറുന്നു. ഈ മറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെ തിരിച്ചറിയുന്നതിലൂടെയാണ് ലാ ഇലാഹ തുടങ്ങുന്നത്. അത് നിങ്ങളോട് കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. എനിക്ക് നഷ്ടപ്പെടും എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? അല്ലാഹുവിനേക്കാൾ കൂടുതൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? ആരുടെ അംഗീകാരത്തിന് പിന്നാലെയാണ് ഞാൻ പായുന്നത്? ഈ ആദ്യ പാഠം ഒരാഴമേറിയ ശുദ്ധീകരണമാണ്. അതിന് സത്യസന്ധത ആവശ്യമാണ്. അല്ലാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ദുർബലപ്പെടുത്തുന്ന എല്ലാ താൽപ്പര്യങ്ങളെയും വേരോടെ പിഴുതെറേണ്ടതുണ്ട്. 2. നാവല്ല, ഹൃദയമാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ലാ ഇലാഹ എന്ന് ചൊല്ലാം, എന്നാൽ നാവ് പറയുന്നത് ഹൃദയം ദർശിക്കുന്നില്ലെങ്കിൽ ആ വാക്കുകൾ നിങ്ങളെ ഒരിക്കലും മാറ്റുകയില്ല. ഒരു സത്യം വെറുതെ ആവർത്തിക്കുന്നതും അത് നേരിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് റൂമി ഊന്നിപ്പറഞ്ഞു. ഷഹാദത്ത് എന്നത് പ്രതിഫലത്തിനു വേണ്ടി മാത്രം ചൊല്ലേണ്ട ഒരു മന്ത്രമല്ല, അത് നിങ്ങളുടെ ഹൃദയം ഉണരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നാവ് ഷഹാദത്ത് ചൊല്ലുന്നു, പക്ഷേ ഹൃദയം അതിന് സാക്ഷ്യം നൽകണം. സാക്ഷ്യം വഹിക്കുക എന്നതിനർത്ഥം ഈ ലോകത്തുള്ള ഒന്നിനും സ്വതന്ത്രമായ അധികാരമില്ലെന്ന് തികഞ്ഞ വ്യക്തതയോടെ തിരിച്ചറിയുക എന്നതാണ്. മനുഷ്യർ ശക്തരായി തോന്നാം, പക്ഷേ അവരുടെ കരുത്ത് അല്ലാഹുവിൽ നിന്നാണ് വരുന്നത്. സാഹചര്യങ്ങൾ ഭയാനകമായി തോന്നാം, പക്ഷേ അവ നീങ്ങുന്നത് അവൻ്റെ അനുവാദത്തോടെ മാത്രമാണ്. ഹൃദയം സാക്ഷ്യം വഹിക്കുമ്പോൾ അത് ഓരോ ശക്തിയും അല്ലാഹുവിൻ്റെ ഇച്ഛയുടെ നിഴൽ മാത്രമാണെന്ന് അത് മനസ്സിലാക്കുന്നു. 3. ഹൃദയത്തെ ശൂന്യമാക്കുക. ഹൃദയം ഒരു പാത്രം പോലെയാണെന്ന് റൂമി പഠിപ്പിച്ചു. ഒരേ സമയം 2 യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയില്ല. ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, അഹങ്കാരം അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള ബന്ധം എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ലാ ഇലാഹ എന്ന സത്യത്തിന് പ്രവേശിക്കാൻ അവിടെ സ്ഥലമുണ്ടാകില്ല. അല്ലാഹുവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കൂട്ടിച്ചേർക്കലിലൂടെ അല്ല, മറിച്ച് കുറയ്ക്കലിലൂടെയാണ്. ഒരു പാത്രം വൃത്തിയാക്കാതെ നിങ്ങളതിലൊന്നും നിറയ്ക്കില്ല. ഹൃദയവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഓരോ മിഥ്യാബന്ധവും അല്ലാഹുവിൻ്റെ മാർഗദർശനത്തിന് പ്രവേശിക്കാനുള്ള ഒരു വാതിലായി മാറുന്നു.
ഹൃദയം ശൂന്യമാകുമ്പോൾ അതൊരു കണ്ണാടിയായി മാറുന്നു. തെളിഞ്ഞ കണ്ണാടിക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയൂ. 4. മനുഷ്യരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ ശരിയായി മനസ്സിലാക്കുമ്പോൾ അവരുടെ വികാരങ്ങൾക്കും തീരുമാനങ്ങൾക്കും മേൽ മറ്റുള്ളവർക്കുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെടുന്നു. അള്ളാഹുവാണ് ഏക ശക്തിയെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കാനോ നിങ്ങളുടെ വിധി രൂപപ്പെടുത്താനോ കഴിയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക സ്ഥിരതയെ തകർക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇത് അഹങ്കാരമല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അംഗീകാരത്തിന് പിന്നാലെ പായുന്നത് നിർത്തുന്നു. കാരണം ഹൃദയങ്ങളെ സൃഷ്ടിച്ചവൻ കൃത്യസമയത്ത് അവയെ നിങ്ങളിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ ലോകത്തേക്കാൾ വ്യക്തമായി കാണുന്നു എന്നറിയുന്നതോടെ നിങ്ങൾ വിമർശനങ്ങളെ ഭയപ്പെടുന്നത് നിർത്തുന്നു. ജീവിതകാലം മുഴുവൻ നീളുന്ന വികാസം. ഷഹാദത്ത് എന്നത് ഒരിക്കൽ മാത്രം പറയേണ്ട ഒന്നാണെന്ന് മിക്കവരും കരുതുന്നു. പക്ഷേ സത്യം അതല്ല. അതൊരു ജീവിതകാലം മുഴുവൻ നീളുന്ന വികാസമാണ്. നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ അത് ആഴപ്പെടുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിച്ച ഒന്ന് ലഭിക്കാതിരിക്കുമ്പോൾ അവനല്ലാതെ മറ്റൊരു ദാതാവില്ലെന്ന് നിങ്ങൾ പഠിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുമ്പോൾ അവനല്ലാതെ മറ്റൊരു സംരക്ഷകനില്ലെന്ന് നിങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ അവനല്ലാതെ മറ്റൊരു പൊറുക്കുന്നവനില്ലെന്ന് നിങ്ങൾ പഠിക്കുന്നു. ഓരോ പരീക്ഷണവും ഷഹാദത്തിൻ്റെ പുതിയ പാളികൾ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു നിമിഷം കൊണ്ടിതിൽ പ്രാവീണ്യം നേടുന്നില്ല, മറിച്ച് അതിലേക്ക് വളരുകയാണ്. 6. ഭയത്തിൽ നിന്നുള്ള മുക്തി. ഭയവും ഉത്കണ്ഠയും ഹൃദയത്തിൻ്റെ വലിയ പോരാട്ടങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഹൃദയത്തിലെ മുറിവുകൾക്കുള്ള മരുന്നാണ്. ഒന്നും യാദൃഷ്ടികമല്ലെന്നും ഒന്നും അവൻ്റെ കാഴ്ചയ്ക്ക് പുറത്തല്ലെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പല ശക്തികളിൽ വിശ്വസിക്കുമ്പോൾ ഹൃദയം അസ്വസ്ഥമാകുന്നു. ഒരേയൊരു ശക്തിയെ മാത്രം തിരിച്ചറിയുമ്പോൾ അത് സമാധാനമാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ അലിയുന്നു. പരിമിതമായ കരുത്തുകൊണ്ട് പ്രപഞ്ചത്തോട് മുഴുവൻ പോരാടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ശ്വസിക്കാൻ കഴിയുന്നു. അള്ളാഹു നിങ്ങളുടെ നങ്കൂരമാകുമ്പോൾ അസ്വസ്ഥത മാഞ്ഞു പോകുന്നു. 7. എല്ലാറ്റിലും ഏകത്വം ദർശിക്കുക. ഷഹാദത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം അത് ലോകത്തെ കാണാനുള്ള ഒരു കണ്ണാടിയായി മാറുന്ന ഘട്ടമാണ്. ഓരോ ചലനത്തിനു പിന്നിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം കാണുന്നു. ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്നതിനു പകരം ഇതിലൂടെ അള്ളാഹു എനിക്ക് എന്താണ് കാണിച്ചു തരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഒരു വാതിൽ അടയുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ലോകം അസ്ഥിരമായി തോന്നുമ്പോഴാണ് അവൻ ഏറ്റവും അടുത്തുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഹൃദയത്തിലെ ബഹളങ്ങൾ കുറയും തോറും ഈ കാഴ്ച കൂടുതൽ തെളിഞ്ഞു വരുന്നു. ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കരുത്. ഒന്ന് നിശബ്ദമായിരിക്കുക, ഹൃദയമൊന്ന് കേൾക്കുക. പിന്നീട് ഈ വാക്കുകൾ സാവധാനം ബോധപൂർവം ഉണർവോടെ ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാ. അവ നാവിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങളുടെ ഭയങ്ങളെ ചോദ്യം ചെയ്യട്ടെ. നിങ്ങളുടെ ആശ്രയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശ നൽകട്ടെ. ഓർമ്മിക്കുക, ഷഹാദത്ത് പറയേണ്ട ഒന്നല്ല, ആയിത്തീരേണ്ട ഒരു സത്യമാണ്. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിർത്തുന്ന നിമിഷം അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ ശാന്തിയാൽ നിറയ്ക്കുന്നു. നിങ്ങൾ നിയന്ത്രണം വിട്ടുകൊടുക്കുന്ന നിമിഷം സമാധാനം നിങ്ങളെ കണ്ടെത്തുന്നു. ഇന്ന് നിങ്ങൾ കേട്ടത് വെറും അറിവായി മാറാതിരിക്കട്ടെ, അതൊരു ജീവിതാവസ്ഥയായി മാറട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരു ഹൃദയത്തിലേക്കും എത്തിക്കാൻ സഹായിക്കുക. ഇനിയും ഇത്തരം ആത്മാവിനെ ഉണർത്തുന്ന ഓർമ്മപ്പെടുത്തലുകൾക്കായി ബന്ധം നിലനിർത്തുക. അടുത്ത പാഠം വരെ നമ്മുടെ ഹൃദയം നമ്മെ സൃഷ്ടിച്ചവനെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.